ബന്ധുക്കളെല്ലാം ഉപേക്ഷിച്ച് എന്റെ കൂടെ വന്നവൾ അവൾക്ക് എന്നോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അവൾ ജനിച്ചു വളർന്ന നാട്ടിൽ അവളുടെ ചിതാഭസ്മം ഒഴുക്കണം. എന്നാലേ അവളുടെ ആത്മാവിന് ശാന്തി ലഭിക്കും. ഇതെന്റെ കവിതയല്ലേ? ഇവള് മരിച്ചെന്ന് പറഞ്ഞിട്ട് കവിതയെ വിശ്വം കല്യാണം കഴിച്ചോ? അപ്പോ ഈ ചിതാഭസ്മം ഇതാരുടേതാ? ഇതാരുടേതാ? ചിലപ്പോഴൊക്കെ വിധി വളരെ ക്രൂരമാണ്. ചിലരെ അത് വല്ലാതെ തകർത്തു കളയും. നീ നാട്ടിൽ വന്നതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് നിനക്കറിയാത്തതുപോലെ നീയോട് വരുന്നതിന് മുമ്പ് എന്തൊക്കെയാ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല. നിന്നെ ഇവിടെ ശുശ്രൂഷിച്ച കവിത അവളൊരു മാലാഖയായിരുന്നു. കരുണയും സ്നേഹവും മാത്രമുള്ളവൾ.
ഓർമ്മ നഷ്ടപ്പെട്ട നിന്റെ ഓരോ ആവശ്യങ്ങളും അവൾ മനസ്സിലാക്കി നിർവഹിച്ചു. പക്ഷേ അവൾക്ക് ദൈവം ആയുസ് കൊടുത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ സങ്കടം. ഈ ചിതാഭസ്മം നിന്നെ ഏൽപ്പിക്കാനൊരു കാരണമുണ്ട്. അവളൊരു അനാഥയായിരുന്നു. അവളുടെ ആത്മാവിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നീയാണ് ഏറ്റവും യോഗ്യനെന്ന് എനിക്ക് തോന്നി. കാരണം നിന്നെ അവൾക്ക് അത്രയ്ക്ക് കാര്യമായിരുന്നു. ഇത് ഞാനടാ. നീ ഇത്രയും നാളെ ഇത് എവിടെയായിരുന്നടാ? നീ മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോ ഞാൻ എത്ര വട്ടം അവിടെ വന്നറിയും. നിന്നെ ഒന്ന് കാണാൻ പോലും വിശ്വനും കൂട്ടിന് സമ്മതിച്ചില്ല. നീ എന്താ ഒന്നും മിണ്ടാത്ത? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ കണ്ടക്ടർ ഷാരൂഖാടാ. വാ, ഒരു കാര്യം പറയട്ടെ. എത്ര നാളാണ് കണ്ടിട്ട്. അനുവും ഞാനും തമ്മിലുള്ള സ്നേഹബന്ധം വീട്ടിലും നാട്ടിലും ഒക്കെ അറിഞ്ഞപ്പോൾ ഞാൻ ഈ പരുവത്തിലായി. ബസ് വിശ്വനും കൂട്ടിനും കത്തിച്ചു. എന്നെ അവിടെ നാട്ടി ഓടിച്ചു. വേറെ ഒരുത്തിനുമായി അനുവിൻ്റെ കല്യാണം കഴിഞ്ഞു. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. എന്നാലും ഞങ്ങളെ സഹായിക്കാൻ വന്ന നിന്റെ ഗതി ഇതായാലോ എന്ന് ഓർക്കുമ്പോഴാ. അല്ല, നീ കവിതയെ കണ്ടിരുന്നു? കണ്ടു. വിശ്വന്റെ കൂടെ അവന്റെ പെണ്ണായിട്ട്. വിശ്വന്റെ പെണ്ണോ? നീ എന്ത് ഭ്രാന്തായി പറയണേ? അതെ, അവര് തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു. അവിടെ സുഖമായിട്ട് ജീവിക്കട്ടെ. എടാ, ശ്ശേ. പെണ്ണല്ലേ, എന്തും മറക്കാൻ നിമിഷ നേരം മതിയല്ലോ. എടാ, അത്തരം ഒരു പെണ്ണല്ല അവള്. അവൾ ഒരുത്തന്റെ ഭാര്യ ആയിട്ടുമില്ല. നിന്നെ മറന്ന് വേറെ ഒരുത്തന്റെ ഭാര്യയാവാൻ അവൾക്ക് ഒരിക്കലും കഴിയില്ല. അവൾ ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുക. അവളെപ്പോലെ ഒരു പെണ്ണിനെ ഈ ലോകത്ത് കാണാൻ കിട്ടില്ല. പോയി വേഗം കൂട്ടിക്കൊണ്ട് വാടാ അവളെ. എൻ്റെ അനുവിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വരരുത്. നിങ്ങൾ ഒരുമിക്കണം, ഒരുമിച്ച് ജീവിക്കണം. നീ എന്തെങ്കിലും മടങ്ങി വരുമെന്ന് കരുതി അവള് കാത്തിരിക്കുക. നീ ഭഗവതിപുരത്തേക്ക് പോകണം, കവിതയെ കാണണം. നീ ഇപ്പൊ തന്നെ ചെല്ലടാ. എവിടെ വെച്ചാ ഇയാൾ മിസ്സിംഗ് ആയത്? തൃശ്ശൂരിൽ വെച്ച് സർക്കിൾ ഓഫീസിൽ പരാതി കൊടുത്തിരുന്നു. ഇയാൾ നിങ്ങളുടെ ബന്ധുവാണോ? അല്ല, പക്ഷേ ഇവനെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ. ഇയാൾ മിസ്സിംഗ് ആയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 7 ദിവസമായി. അത് ശരി, ഒരാഴ്ചയായില്ലേ? നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് പോക്കോ. ഞാൻ അന്വേഷിക്കാം. ശരി, വരട്ടെ.